50 കോടി രൂപയിലധികം കിഫ്ബി മുതൽ മുടക്കുന്ന റോഡുകൾക്ക് ടോൾ പിരിക്കുന്നതിനെക്കുറിച്ചുള്ള പഠനം ഏതാനും മാസങ്ങളായി പുരോഗമിക്കുകയാണ്. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിലാണ് പഠനം നടക്കുന്നത്. ടോൾ ബൂത്ത് ഒഴിവാക്കിയുള്ള പിരിവിനെക്കുറിച്ചാണ് പഠനം. AI ക്യാമറയുടെ സഹായത്തോടെ ഫാസ്ടാഗിലൂടെയുള്ള ടോൾ പിരിവാണ് കിഫ്ബി ഉദ്ദേശിക്കുന്നത്. ഇതിനായുള്ള സോഫ്റ്റ്വെയർ വികസനമടക്കം പഠിക്കുകയാണ്. യാത്ര ചെയ്യുന്ന ദൂരത്തിന് മാത്രം ടോൾ പിരിക്കുന്ന രീതിയും കിഫ്ബി പരിശോധിക്കുന്നു. കിഫ്ബിയുടെ വിശദ പഠന റിപ്പോർട്ട് പൂർത്തിയായാൽ നിയമവകുപ്പും ധനവകുപ്പും കരട് നിയമ ഭേദഗതി തയ്യാറാക്കും. തുടർന്ന് മന്ത്രിസഭയുടെ അംഗീകാരത്തോടെ നിയമസഭയിൽ ബില്ലായി എത്തും. കേരളത്തിന്റെ വികസനം എന്ന് പറയുന്നത് പഴയ കാലവുമായിട്ട് താരതമ്യപ്പെടുത്താവുന്നതല്ല. പുതിയ കാലത്തിനനുസരിച്ച് കേരളം മാറേണ്ടതുണ്ട്. ആ മാറ്റത്തിന് സഹായകരമായ നിലപാട് കേരളത്തിന് അർഹതപ്പെട്ട അവകാശപ്പെട്ട നികുതി വിഹിതം പോലും കേന്ദ്ര ഗവൺമെന്റ് നൽകാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് നിർബന്ധിതമാകും. ടോൾ പിരിവിന് അനുകൂലമായ നയവ്യതിയാനം CPM വ്യക്തമാക്കി കഴിഞ്ഞു. അതായത് കിഫ്ബി ടോൾ പിരിവിന് ആവശ്യമായ നിയമനിർമ്മാണത്തിന് രാഷ്ട്രീയ പച്ചക്കൊടിയായി. അതിനാൽ നടപ്പ് സഭാ സമ്മേളനത്തിൽ തന്നെ തിടുക്കത്തിൽ നിയമസഭയിൽ ബില്ലായി എത്താനുള്ള സാധ്യതയും തള്ളാനാകില്ല. മാർച്ച് 28 വരെയാണ് ഈ നിയമസഭാ സമ്മേളനം ചേരുന്നത്. കാര്യോപദേശക സമിതി അംഗീകരിച്ച നിലവിലെ പട്ടികയിൽ കിഫ്ബി ബില്ലില്ല. എന്നാൽ ഇനിയും സർക്കാരിന് സമയമുണ്ട്. സഭാ സമ്മേളന കാലമായതിനാൽ ഓർഡിനൻസായി കൊണ്ടുവരാനാകില്ല. അതേസമയം കിഫ്ബി ടോൾ പിരിവിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് വരുമാനം മാത്രമല്ല, കേന്ദ്ര സർക്കാരിനെതിരായ സുപ്രീം കോടതിയിലെ കേസിലെ വിജയം കൂടിയാണ്. ഇന്ധന സെസ്സും മോട്ടോർ വാഹന നികുതിയുടെ പകുതിയുമാണ് കിഫ്ബിയുടെ വരുമാന സ്രോതസ്സായി ഉറപ്പാക്കിയിരിക്കുന്നത്. കടമെടുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ കിഫ്ബിയെപ്പോലെ തന്നെയാണ് ദേശീയപാത വികസന അതോറിറ്റി എന്നാണ് കേരളത്തിന്റെ വാദം. കിഫ്ബിയുടെ കടമെടുപ്പ് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ വരുമെന്ന് കേന്ദ്രം വാദിക്കുമ്പോൾ NHAIയുടെ കടമെടുപ്പ് കേന്ദ്രത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ വരാത്തതാണ് കേരളം ഉന്നയിക്കുന്നത്. NHAIക്ക് ടോളിലൂടെ വരുമാനമുണ്ടെന്ന കേന്ദ്രത്തിന്റെ വാദത്തെ കിഫ്ബിക്ക് ടോൾ പിരിവ് ഏർപ്പെടുത്തിയാൽ നേരിടാമെന്നും സംസ്ഥാനം കണക്കുകൂട്ടുന്നു. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.